ഇവിടെ രണ്ടിനും വട്ടായോ, അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വട്ടായോ. ആർ യു ബോത്ത് ക്രേസി? നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കുന്നതിന് ആർ യു ക്രേസി, നിങ്ങൾക്ക് രണ്ടുപേർക്കും വട്ടാണോ, ആർ യു ബോത്ത് ക്രേസി. നീ ഹാപ്പിയാണോ, ആർ യു ഹാപ്പി, നിങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണോ, ആർ യു ബോത്ത് ഹാപ്പി. കളിയാക്കണ്ട എന്ന് വെച്ചാൽ എന്നെ കളിയാക്കണ്ട അല്ലെങ്കിൽ എന്നെ കളിയാക്കരുത്. ഡോണ്ട് മേക്ക് ഫൺ ഓഫ് മീ. കളിയാക്കരുത്, ഡോണ്ട് മേക്ക് ഫണ്ണ്. എന്നെ കളിയാക്കരുത്, ഡോണ്ട് മേക്ക് ഫൺ ഓഫ് മീ. അവനെ കളിയാക്കരുത്, ഡോണ്ട് മേക്ക് ഫൺ ഓഫ് ഹിം. അവളെ കളിയാക്കരുത്, ഡോണ്ട് മേക്ക് ഫൺ ഓഫ് ഹെർ. ഞങ്ങളെ കളിയാക്കരുത്, ഡോണ്ട് മേക്ക് ഫൺ ഓഫ് അസ്. ഞാൻ സത്യമാ പറഞ്ഞത്. ഐ സെഡ് ദി ട്രൂത്ത്. അതായത് ഐ സെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു. ഐ സെഡ് ദി ട്രൂത്ത്, ഞാൻ സത്യം പറഞ്ഞു, ഞാൻ സത്യമാ പറഞ്ഞത്. അതിനും ഐ സെഡ് ദി ട്രൂത്ത് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കള്ളമാ പറഞ്ഞത്, ഐ സെഡ് ദി ലൈ. ഇനി അവൻ കള്ളമാ പറഞ്ഞത്, ഹീ സെഡ് ദി ലൈ. അവൻ സത്യമാ പറഞ്ഞത്, ഹീ സെഡ് ദി ട്രൂത്ത്. ഞങ്ങൾ സത്യമാ പറഞ്ഞത്, വി സെഡ് ദി ട്രൂത്ത്. നീ സത്യമാ പറഞ്ഞത്, യു സെഡ് ദി ട്രൂത്ത്. അവർ സത്യമാ പറഞ്ഞത്, ദേ സെഡ് ദി ട്രൂത്ത്. വിശ്വാസം ഇല്ലെങ്കിൽ വന്ന് നോക്ക്. ഇഫ് യു ഡോണ്ട് ബിലീവ് പ്ലീസ് കം ആൻഡ് സീ. ഞാൻ വിശ്വസിക്കുന്നു എന്നതിൻ്റെ ഇംഗ്ലീഷ് ഐ ബിലീവ്. നീ വിശ്വസിക്കുന്നു, യു ബിലീവ്. നീ വിശ്വസിക്കുന്നില്ല, യു ഡോണ്ട് ബിലീവ്. അപ്പോൾ നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് ഇഫ് ഇടണം. ഇഫ് യു ഡോണ്ട് ബിലീവ്, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ എന്നാണ്. പ്ലീസ് കം ആൻഡ് സീ. കം ആൻഡ് സീ. കം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരിക, സീ നോക്കുക. അപ്പോൾ വന്ന് നോക്ക് എന്ന് പറയണമെങ്കിൽ കം ആൻഡ് സീ. പോയി നോക്കുക എന്ന് പറയുകയാണെങ്കിലോ ഗോ ആൻഡ് സീ. വിളിച്ച് ചോദിക്കൂ എന്ന് പറയുകയാണെങ്കിലോ കോൾ ആൻഡ് ആസ്ക്. അപ്പോൾ രണ്ട് പ്രവൃത്തികൾ നമ്മൾ പറയുകയാണ് അല്ലേ, വിളിച്ച് ചോദിക്കുക. അപ്പം വിളിക്കേണ്ട ഇംഗ്ലീഷ് കോള്, ചോദിക്കേണ്ടത് ആസ്ക്. അപ്പം കോൾ ആൻഡ് ആസ്ക്. ഇവിടെ വന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കം ആൻഡ് സീ. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ പ്ലീസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവന് വിശ്വാസമില്ലെങ്കിൽ വന്ന് നോക്ക് എന്ന് പറയണമെങ്കിൽ ഇഫ് ഹി ഡോണ്ട് ബിലീവ് അല്ല, ഹി ഡസൻ ബിലീവ്. കം ആൻഡ് സീ. അതായത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഐ, വി, യു, ദേ അതിൻ്റെയൊക്കെ കൂടെയാണ് ഡോണ്ട് വരുന്നത്. ഹിയും ഷീ പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡസിൻ്റെ ആയിരിക്കും വരുന്നത്. എടാ മണ്ട, ഇതാ മാന്ത്രിക ചോക്ലേറ്റിന്റെ കളിയല്ലേ. എടാ മണ്ട, ഇതാ മാന്ത്രിക ചോക്ലേറ്റിൻ്റെ കളിയല്ലേ. എടാ മണ്ട എന്നുള്ളതിന് യു ഫൂൾ അല്ലെങ്കിൽ യു സ്റ്റുപ്പിഡ് എന്നൊക്കെ പറയാം. ഇതാ മാന്ത്രിക ചോക്ലേറ്റിൻ്റെ കളിയല്ലേ. ദിസ് ഈസ് ദ പ്ലേ ഓഫ് ദാറ്റ് മാജിക് ചോക്ലേറ്റ്. ആ മാന്ത്രിക ചോക്ലേറ്റ് എന്ന് വന്നതുകൊണ്ടാണ് ദാറ്റ് മാജിക് ചോക്ലേറ്റ് എന്ന് വന്നത്. ഇനി ദിസ് ഈസ് ദ പ്ലേ ഓഫ് ദാറ്റ് മാജിക് ചോക്ലേറ്റ്. ആ മാജിക് ചോക്ലേറ്റിൻ്റെ കളിയല്ലേ. ഇത് ദൈവത്തിൻ്റെ കളിയല്ലേ. ദിസ് ഈസ് ദ പ്ലേ ഓഫ് ഗോഡ്. അപ്പോൾ അതാണ് കാര്യമല്ലേ. ദാറ്റ് ഈസ് ദ റീസൺ, റൈറ്റ്. അതാണ് കാര്യം എന്നുള്ളതിന് ദാറ്റ് ഈസ് ദ മാറ്റർ എന്ന് പറയാം. പക്ഷേ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതാണ് കാരണം എന്നാണ്. അപ്പോൾ കാരണത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? റീസൺ. ദാറ്റ് ഈസ് ദ റീസൺ, റൈറ്റ്. അല്ലേ എന്നുള്ളതിന് നമുക്ക് റൈറ്റ് എന്ന് പറയാം. ഇവിടെ റൈറ്റ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഓ ദാറ്റ് ഈസ് ദ റീസൺ. ആ ചോക്ലേറ്റ് കിട്ടിയിരുന്നെങ്കിൽ പുട്ടാലും അമ്മാവനെ കൂടി ഒന്ന് സ്പ്രിങ് ആക്കാമായിരുന്നു. അതായത് ഇതൊരു സംഭവിക്കാത്ത കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അതും കഴിഞ്ഞ കാര്യമാണ് അല്ലേ. ആക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. കിട്ടിയിരുന്നെങ്കിൽ, അതായത് കിട്ടുവാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലെ കാര്യമാണ് അല്ലേ. ലോട്ടറി അടിക്കുവാണെങ്കിൽ ഞാനൊരു കാറ് വാങ്ങിക്കുമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് ഫ്യൂച്ചറിലെ കാര്യമാണ്, ഫ്യൂച്ചറിലെ നടക്കാത്ത കാര്യമാണ് ഈ പറയുന്നത്. പക്ഷേ കിട്ടിയിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പാസ്റ്റിൽ, അതായത് കഴിഞ്ഞ കാലത്തെ ഒരു നടക്കാത്ത കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇഫ് ഐ ഹാഡ് ഗോട്ട് ദാറ്റ് ചോക്ലേറ്റ്,
എനിക്ക് ആ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് മെയ്ഡ് പുട്ടാലു അങ്കിൾ ലൈക്ക് എ സ്പ്രിങ്. പുട്ടാലു അങ്കിളിനെ സ്പ്രിങ് പോലെ ആക്കാമായിരുന്നു. അതായത് ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഐ വുഡ് ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. വുഡ് ഹാവ് കഴിഞ്ഞിട്ട് V3 ആണ് വരുന്നത്, വെർബിൻ്റെ മൂന്നാമത്തെ ഫോം. അതുകൊണ്ട് മേക്കിൻ്റെ മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത് മേക്ക്, മെയ്ഡ്, മെയ്ഡാണ് മൂന്നാമത്തെ ഫോം. അപ്പോൾ ഐ വുഡ് ഹാവ് മെയ്ഡ്. ഇത്തരം സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഐ വുഡ് ഹാവ് മെയ്ഡ്, അതായത് വുഡിൻ്റെ കൂടെ ഹാവ് പ്ലസ് V3 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഫിൻ്റെ സെക്ഷനിൽ നമ്മൾ ഹാഡ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഹാഡ് ഗോട്ട്, ഗെറ്റാണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഗെറ്റിൻ്റെ മൂന്നാമത്തെ ഫോം എന്താണ്? ഗെറ്റ്, ഗോട്ട്, ഗോട്ട്. ഐ വുഡ് ഹാവ് V3 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഫിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3 വരണം. അപ്പോൾ എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കാറ് വാങ്ങിക്കുമായിരുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ പറയും? എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡ് ഗോട്ട് എ ജോബ്, ഹാഡ് പ്ലസ് V3, ഗെറ്റിൻ്റെ മൂന്നാമത്തെ ഫോം ഗോട്ട്. ഇഫ് ഐ ഹാഡ് ഗോട്ട് എ ജോബ്, ഞാനൊരു കാറ് വാങ്ങിക്കുമായിരുന്നു. അപ്പോഴെന്താ പറയേണ്ടത്? ചെയ്യുമായിരുന്നു. ഐ വുഡ് ഹാവ്, ഐ വുഡ് ഹാവ്. V3 ആണ് പറയേണ്ടത്. അപ്പോൾ വാങ്ങിക്കേണ്ട ഇംഗ്ലീഷ് ബൈ ആണ്. ബൈയുടെ മൂന്നാമത്തെ ഫോം എന്താണ്? ബോട്ടാണ്. അപ്പം ഐ വുഡ് ഹാവ് ബോട്ട് എ കാർ. ഇത് തന്നെ ഐ കുഡ് ഹാവ് ബോട്ട് എ കാർ എന്നും പറയാം. അതായത് എനിക്കൊരു കാറ് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു എന്നാണ്. വുഡ് ഹാവ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കുമായിരുന്നു എന്നാണ്. കുഡ് ഹാവ് ബോട്ട് എ കാറ് ഒരു കാറ് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു എന്നാണ്. അതായത് ചെയ്യുമായിരുന്നു, ചെയ്യാൻ പറ്റുമായിരുന്നു. ചെയ്യുമായിരുന്നു വുഡ് ഹാവ് V3, ചെയ്യാൻ പറ്റുമായിരുന്നു കുഡ് ഹാവ് V3. അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായല്ലോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.